മഹാഭാരതത്തിലെ അതിശക്തനായ യോദ്ധാവാണ് ഭീമൻ അഥവാ ഭീമസേനൻ. കുന്തിക്ക് വായുദേവനിൽ ജനിച്ച ഭീമൻ പാണ്ഡവകുലത്തിലെ രണ്ടാമനാണ്. കർണനെ പരിഗണിച്ചാൽ കുന്തിയുടെ മക്കളിൽ മൂന്നാമനാണ് ഭീമൻ. തന്റെ സഹോദരങ്ങളെ അപേക്ഷിച്ച് വലിപ്പത്തിലും ശക്തിയിലും ഒന്നാമനായിരുന്ന ഭീമൻ 3 ലോകങ്ങളിലും ഏറ്റവും ശക്തനായി കരുതപ്പെട്ടിരുന്നു. ദ്വാപരയുഗത്തിൽ മല്ലയുദ്ധത്തിൽ അഗ്രഗണ്യനായി അറിയപ്പെട്ട യോദ്ധാവായിരുന്നു ഭീമൻ. ചെറുപ്പത്തിൽ തന്നെ ഭീമന്റെ ബാഹുബലം പ്രകടമാക്കുന്ന സംഭവങ്ങൾ മഹാഭാരതത്തിൽ അനേകമുണ്ട്. വനവാസം കാലത്ത് ഹിഡിംബൻ, ഭഗൻ, കിർമീരൻ തുടങ്ങിയ രക്ഷസന്മാരും കീചകൻ എന്ന സൂതവംശത്തിൽപ്പെട്ട സൈന്യാധിപനും ഭീമനാൽ മല്ലയുദ്ധത്തിൽ വധിക്കപ്പെട്ട പ്രമുഖരിൽ ചിലർ മാത്രമാണ്. മഗധയിലെ രാജാവായ ജരാസന്ധനെ ദ്വന്ദ്വയുദ്ധത്തിൽ തോൽപ്പിച്ചു കൊലപ്പെടുത്തിയ ഭീമൻ തന്റെ സഹോദരർക്ക് രാജസൂയ യജ്ഞത്തിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം നേടി. കൈകളുപയോഗിച്ച് ദ്വന്ദ്വയുദ്ധം ചെയ്യുന്നതായിരുന്നു ഭീമനിഷ്ടം. ആനകളെ തന്റെ കൈപ്പത്തികൊണ്ട് അടിച്ചു കൊല്ലുവാൻ ശക്തനായ ഭീമൻ തറയിൽ ചാടി ഭൂമികുലുക്കമുണ്ടാക്കുവാൻ മാത്രം ശക്തനായിരുന്നുവെന്ന് ഇതിഹാസം പറയുന്നു. ഒരു സേനയെ മുഴുവൻ ഒറ്റയ്ക്ക് നേരിടുവാനുള്ള കഴിവുള്ളവനായതുകൊണ്ട് പലപ്പോഴും ഭീമനെ ഭീമസേനൻ എന്നു വിളിച്ചിരുന്നു. അരക്കില്ലത്തിൽ നിന്നും ചെറിയച്ഛനായ വിതുരരുടെ സഹായത്തോടെ രക്ഷപ്പെട്ട പാണ്ഡവരെ ഭീമൻ തന്റെ എല്ലാ സുഖങ്ങളും ത്യജിച്ച് സേവിച്ചു. ആ കാലത്ത് ഹിഡിംബ വനത്തിലെത്തിയ പാണ്ഡവരെ കണ്ടുപിടിക്കുന്നതിനായി രാക്ഷസനായ ഹിഡിംബൻ സഹോദരിയായ ഹിഡിംബിയെ നിയോഗിച്ചു. മാതാവിനും സഹോദരന്മാർക്കും രക്ഷകനായി കാവലിരുന്നിരുന്ന ഭീമന്റെ ശരീരസൗന്ദര്യം ഹിഡിംബിയെ ആകർഷിച്ചു. ഇതറിഞ്ഞ് ഭീമനെ ആക്രമിച്ച ഹിഡിംബനെ ദ്വന്ദ്വയുദ്ധത്തിൽ വധിച്ച ഭീമൻ വ്യാസമഹർഷിയുടെ അനുഗ്രഹത്തോടെ ഹിഡിംബിയെ വിവാഹം ചെയ്തു. അവർക്കുണ്ടായ മകനാണ് ഘടോൽഗജൻ. പിന്നീട് യാത്ര തുടർന്ന പാണ്ഡവർ ഏകചക്ര എന്ന ഗ്രാമത്തിലെത്തി. അവിടെ ഒരു ബ്രാഹ്മണ ഭവനത്തിൽ അവർ അഭയം തേടി. അവരിൽ നിന്നും ഭഗൻ എന്ന രാക്ഷസനെക്കുറിച്ചറിഞ്ഞ കുന്തി ഭഗനിൽ നിന്നും ഗ്രാമത്തെ രക്ഷിക്കാൻ ഭീമനെ നിയോഗിച്ചു. ഗ്രാമത്തിൽ നിന്നും ശേഖരിച്ച ഭക്ഷണവുമായി ഭഗന്റെ വാസസ്ഥലത്തെത്തിയ ഭീമൻ ഭക്ഷണം മുഴുവൻ കഴിച്ചു. കോപിഷ്ഠനായ ഭഗൻ ഭീമനുമായുള്ള ഘോരമായ മൽപ്പിടുത്തത്തിൽ വധിക്കപ്പെട്ടു. ആയിടക്ക് ഒരു സഞ്ചാരി ബ്രാഹ്മണനിൽ നിന്ന് ദ്രൗപദിയുടെ സ്വയംവര വാർത്തയറിഞ്ഞ പാണ്ഡവർ ദ്രുപദ രാജധാനിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ വച്ച് അർജുനൻ വില്ലുകുലച്ച് ദ്രൗപദിയെ പാണിഗ്രഹണം ചെയ്തു. കുന്തിയുടെ ആഗ്രഹമനുസരിച്ച് തന്റെ സഹോദരോടൊത്ത് ഭീമനും ദ്രൗപദിയെ വിവാഹം ചെയ്തു. ഭീമസേനന്റെയും പാഞ്ചാലിയുടെയും പുത്രനാണ് സുതസോമൻ. തന്റെ പ്രിയപത്നിയായ ദ്രൗപദിയെപ്പോലെ ഭീമനും കൃഷ്ണന്റെ ഇംഗിതങ്ങളനുസരിച്ച് ജീവിച്ചിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ പോരാടുവാൻ ഇഷ്ടപ്പെട്ട ഭീമൻ കുരുക്ഷേത്ര യുദ്ധത്തിന് ഏതാനും നാൾ മുൻപ് വരെ യുദ്ധത്തിനിറങ്ങുവാൻ വിമുഖനായിരുന്നു. ലക്ഷങ്ങൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്ന തിരിച്ചറിവായിരുന്നു ഇതിന് കാരണം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീമൻ ഒറ്റയ്ക്ക് 6 അക്ഷൗഹിണി പടകളെ വകവരുത്തിയെന്നാണ് ഇതിഹാസം പറയുന്നത്. പൊതുവെ ബഹുമാനിതനെങ്കിലും ഭീമൻ പലപ്പോഴും മുൻകോപത്തോടെ പെരുമാറിയിരുന്നു. തന്റെ സഹോദരരും ദ്രൗപദിയുമൊത്ത് ഭീമൻ അവസാന നാളുകൾ കഴിച്ചുകൂട്ടി. വൈകുണ്ഠത്തിലേക്കുള്ള അവസാന യാത്രയിൽ ഭീമനായിരുന്നു അവസാനം വീണുമരിച്ചത്. യുധിഷ്ഠിരൻ മാത്രമായിരുന്നു ഈ യാത്ര പൂർത്തിയാക്കിയത്.